അല്ലേ? ഒന്നുകൂടെ, സൈൻ ഓഫ് എ വാല്യൂ 1 ആകണമെങ്കിൽ ആ വാല്യൂ 90 മാറ്റുക, വേറെ വാക്ക് 5/2. അപ്പൊ ശ്രദ്ധിച്ച് കേട്ടോളൂ. അപ്പൊ ഇത് പോസിബിൾ ആകണമെങ്കിൽ സൈൻ ഇൻവേഴ്സ് 1/5 പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഷുഡ് ബി, എങ്കിലേ ഇത് 1 കിട്ടും. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ബുദ്ധി, അടുത്ത ബുദ്ധി വരട്ടെ. Sine inverse of a value plus cos inverse the same value വന്നാലേ, അങ്ങനെ ഒരു റിസൾട്ട് നമ്മൾ പഠിച്ചില്ലേ? സൈൻ ഇൻവേഴ്സിനകത്ത് വന്ന വാല്യൂ പ്ലസ് കോസ് ഇൻവേഴ്സ് അതേ വാല്യൂ വന്നാലേ 5/2. അതുകൊണ്ട് ഇത് പോസിബിൾ ആകണമെങ്കിൽ ഈ എക്സ് ആരായിരിക്കണം? മറക്കരുത്, സ്കീമിന് വളരെ പ്രധാനം. സ്റ്റേറ്റിന് 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ. അപ്പോ എഴുതിക്കോളൂ. എഴുതിക്കോളാം, ഞാൻ പറഞ്ഞിട്ട് തരാം. ദിസ് ഈസ് പോസിബിൾ ഓൺലി വെൻ, ദിസ് ഈസ് പോസിബിൾ ഓൺലി വെൻ സൈൻ ഇൻവേഴ്സ് 1/5 പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽസ് 5/2. അടുത്ത ലൈനില്ല. But we know that sin inverse x plus cos inverse x, sin inverse x plus cos inverse x equals 5/2. Therefore, x equals 1/5. x equals 1/5. മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. സൈൻ ഓഫ് എ വാല്യൂ 1 ആകണമെങ്കിൽ ആ വാല്യൂ 90 ഡിഗ്രീസ് ആയിരിക്കണം. ബിക്കോസ് നമുക്കറിയാം സൈൻ 91 എന്നുവെച്ചാൽ ഈ ബ്രാക്കറ്റിനകത്ത് വന്ന ആള് 90 ആകണം. 90 എന്ന് ഇവിടെ ഉപയോഗിച്ചുകൂടാ, 5/2. അടുത്ത ഇൻവേഴ്സിന്റെ പ്രോപ്പർട്ടി അറിയാം. സൈൻ ഇൻവേഴ്സ് ഓഫ് എ വാല്യൂ പ്ലസ് കോസ് ഇൻവേഴ്സ് ദ സെയിം വന്നാലേ 5/2. അതുകൊണ്ട് എക്സ് ഈക്വൽസ് 1/5. മനസ്സിലായ എല്ലാവർക്കും ആ റിസൾട്ട്? ഇത് ഓർമ്മിച്ച് വെച്ചിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ. ഇതും നിങ്ങളുടെ സ്റ്റേറ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് പറഞ്ഞു തരുന്നു, എഴുതിക്കോളൂ. ഇഫ് സൈൻ ഇൻവേഴ്സ് 1/3, ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽസ് 5/2, ഫൈൻഡ് എക്സ്. എക്സ് എത്ര? 1/3. മനസ്സിലായ? ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് 1/3. അടുത്ത ഞാൻ ഹിന്റ് ഒന്നും പറഞ്ഞു തരില്ല, നല്ല മിടുക്കര് കുട്ടികളായിട്ട് ചെയ്യണം. ഇഫ് സീക്ക് ഇൻവേഴ്സ് 2 പ്ലസ് കൊസീക്ക് ഇൻവേഴ്സ് y ഈക്വൽസ് 5/2. ഒന്നുകൂടെ, സീക്ക് ഇൻവേഴ്സ് 2 പ്ലസ് കൊസീക്ക് ഇൻവേഴ്സ് y ഈക്വൽസ് 5/2. then find y. എത്ര? 1/2 2. നമ്മൾ പഠിച്ചുള്ളത് സൈൻ ഇൻവേഴ്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് സെയിം വാല്യൂ എങ്കിൽ 5/2. ഇത് വേറെ ആർക്കൊക്കെ ആവശ്യമുണ്ട്? ടാൻ ഇൻവേഴ്സിനും കോട്ട് ഇൻവേഴ്സിനും, അതുപോലെ സീക്ക് ഇൻവേഴ്സിനും കൊസീക്ക് ഇൻവേഴ്സിനും. അപ്പൊ അവിടെ y എത്രയായിരിക്കും? 2 തന്നെ. മാറ്റിയ തിരിച്ചു മാറ്റിയാണ് എഴുതിയത്, വേണ്ട. y എന്ന് പറയുന്ന 1/2. കാരണം എന്താ? സീക്ക് ഇൻവേഴ്സ് എക്സ് പ്ലസ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ് ആണ് 5/2. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് ശ്രമിച്ചു നോക്കണം, വിട്ടുകളയരുത്. റൈറ്റ് ദ വാല്യൂ ഓഫ് സൈൻ 5/3 മൈനസ് സൈൻ ഇൻവേഴ്സ് -1/2.
സൈൻ ഇൻവേഴ്സ് -1/2 ചെയ്തോളൂ പെട്ടെന്ന്. എന്നിട്ടും ചെയ്യാൻ പറ്റും. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. നമ്മുടെ ഓൺലൈൻകാർ ആൻസറോടെ മത്സരം വെച്ച് വിളിച്ച് പറയും. സ്പീഡിൽ പറയാനല്ലോ. റെഡി? 1 കിട്ടണം. ഇത് ബോർഡ് എക്സാമിനേഷന് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരാവുന്നതാണ്. ഇതാ കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നോക്കിക്കോ. സൈൻ 5/3 മൈനസ്, ഇതെങ്ങനെ മാറ്റാം? മൈനസ്. അപ്പൊ ഇത് പ്ലസ് ആയി. സൈൻ ഇൻവേഴ്സ് 1/, ഈക്വൽ സൈൻ ഓഫ് 5/3 പ്ലസ് 1/2 വരുന്നത് 5/3 അല്ലേ? 5/6. സോറി 30 5/6 ഈക്വൽ സൈൻ ഓഫ് LCM എടുക്കുമ്പോ 6 വരും. അപ്പൊ 2π പ്ലസ് π അല്ലേ? ഈക്വൽ സൈൻ 3π/6. 3 വെട്ടിക്കളയുമ്പോ അത് സൈൻ π/2 ആയി. സൈൻ π/2ന്റെ വാല്യൂ 1. അപ്പൊ പതുക്കെ പതുക്കെ സ്റ്റാൻഡേർഡ് കൂട്ടണു. കൂടിയ മാർക്കുള്ള ക്വസ്റ്റ്യൻ ആണ്. കൂടിയ മാർക്കുള്ള ക്വസ്റ്റ്യൻ. Find the value of tan of sin inverse 3/5 plus cot inverse 3/2. ബോർഡ് എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ മിടുക്കരെ ശ്രദ്ധിച്ച്. ഇനി നമുക്ക് ഇതുവരെ ചെയ്ത 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് എല്ലാം ചെയ്തത്. ഇത്തിരി സ്റ്റാൻഡേർഡിലേക്ക് മാറണു. കേട്ടോളൂ. ടാനിനകത്ത് ഇൻവേഴ്സ് വന്നു. ടാൻ ഇൻവേഴ്സ് വെളിയിൽ കിടന്ന ബ്രാക്കറ്റിന് താഴെ വരണം അല്ലെ? ഒന്നുകൂടെ. സൈൻ ഇൻവേഴ്സ് വെളിയിൽ, അതിനകത്ത് സൈൻ വന്നാൽ അത് 2 വെട്ടിപ്പോയിട്ട് മറ്റേ ആൻസർ എടുത്ത് എഴുതാൻ പറ്റും. കോസ് ഇൻവേഴ്സ് എങ്കിൽ അത് താഴെ വരണം കോസ്. ടാൻ ഇൻവേഴ്സ് എങ്കിൽ ടാൻ. തിരിച്ചു വരാം. വെളിയിൽ ടാൻ എങ്കിൽ അപ്പൊ ഇതാരായിട്ട് മാറണം? ടാൻ ഇൻവേഴ്സ്. ഇത് ബേസിക് ഐഡിയ. ഇനി നല്ല നല്ല ഒരാൾ പോലും അശ്രദ്ധ കാണിക്കരുത്. കേട്ടോളൂ. അത്രയും എളുപ്പമല്ല എങ്കിലും പറഞ്ഞു തരുള്ളൂ. ഇതാ ഞാൻ ടാൻ ഇൻവേഴ്സ് സൈൻ ഇൻവേഴ്സ് 3/5 എ എന്നും കോട്ട് ഇൻവേഴ്സ് 3/2 ബി എന്നും പേര് കൊടുക്കുന്നു. വളരെ ശ്രദ്ധിച്ചോളണം. ഇതിൽ നിന്ന് വാട്ട് ഈസ് സൈൻ എ?
സൈൻ എ എന്ന് പറയുമ്പോൾ ഇത് തമ്മിൽ കണക്ട് ചെയ്യാൻ. അപ്പൊ 3/5. ഇതിൽ നിന്ന് കോട്ട് ബി കിട്ടും. എത്ര? ഇത് മനസ്സിലായോ? ഇത് എഴുതി എത്ര? ഒന്നുകൂടെ. ഇയാൾക്ക് വരെ എ, ഇയാൾക്ക് വരെ ബി. അതിൽ നിന്ന് നിങ്ങൾക്ക് സൈൻ എയും കിട്ടി, കോട്ട് ബിയും കിട്ടി. ഇനിയുള്ള വാക്ക് നല്ലവണ്ണം ശ്രദ്ധിച്ചോളൂ. നമുക്ക് സൈൻ എ എത്ര? 3/5. ഓരോ ഒരു പടം വരയ്ക്കണം. സൈൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് ആണോ? അപ്പൊ ഇത് എത്ര വരും? ഇനി കോട്ട് ബി എന്ന് പറയുന്നത് 3/2. അതിന്റെ പടവും വരയ്ക്കൂ. ഇത് ബി ആംഗിൾ. ബി ആംഗിളാണ് ഇവിടെ വരേണ്ടത്. ഇത് നിങ്ങൾക്കറിയാം. കോട്ട് എന്ന് സ്റ്റാൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റന്റ് സൈഡ്. തിരിച്ചു വരും. അപ്പൊ ഇത് 3 വരും. അപ്പൊ ഇവിടെയോ? ഇരുപത്തഞ്ചും അല്ല 9ഉം 4 √13. ഇനി എല്ലാവരും, കാരണം ഇത് നിങ്ങൾക്ക് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിച്ചു വെച്ചോളൂ. ഇത് എ എന്നും അടുത്ത ബി എന്നുമാണ് നമ്മൾ പേര് കൊടുത്തിട്ടുള്ളത്, ആണോ? ഇതിപ്പോ ടാൻ എ പ്ലസ് ബി ആയില്ലേ? ടാൻ എ പ്ലസ് ബിയുടെ ഫോർമുല ഓർമ്മയുണ്ടോ? ടാൻ എ പ്ലസ് ടാൻ ബി divided by 1 minus tan A tan B, and it is equal to tan A. ഈ പടത്തിൽ നിന്ന് കണ്ടുപിടിക്കണം. എത്ര? tan A യുടെ വാല്യൂ ഫിഗറിൽ 3/4 പ്ലസ് tan B. സമയം കളയണ്ട, കോട്ട് ബി അറിയാം. tan B എന്ന് പറയുമ്പോൾ തിരിച്ചു പറഞ്ഞാൽ പോരെ. 2/3 by 1 minus 3/4 into 2/3 equals numerator in the LCM. തൊട്ട സ്റ്റാൻഡേർഡ് കൂട്ടണേ. 4 into 3 12. താഴത്തെ LCMവും 12. അത് ക്യാൻസൽ ചെയ്തു പോകും. 12 LCM എടുക്കുമ്പോൾ ഇത് എത്രയായി? 9 plus 8 divided by ഇത് 12 LCM എടുത്തപ്പോ ഈ 1 12ആയി -6. So the answer will be 17 divided by 6. ഈ ടൈപ്പ് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഒരുപാട് പ്രാവശ്യം ഇതുപോലത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഒന്നുകൂടെ, ടാൻ എഫ് എന്ന് പറയുന്ന ഇത് നമുക്കൊരു ബന്ധമില്ലാത്തെങ്കിൽ ഇയാൾക്ക് വരെ ക്യാപിറ്റല്, ഇയാൾക്ക് വരെ ബി കൊടുത്ത് ഈ ഫിഗർ വരച്ച് വെച്ചുള്ള സൈഡില്ല. ഈ കൊടുത്ത എയും ബിയും എന്ന പേര് തിരിച്ചിവിടെ കൊടുക്കുക. അപ്പൊ ടാൻ എ പ്ലസ് ബി. അതിന്റെ എക്സ്പാൻഷൻ അറിയാം. എക്സ്പാൻഡ് ചെയ്തിട്ട് ഫിഗർ നോക്കി ആ വാല്യൂ എടുത്തെത്തുക. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ആൻസർ. എഴുതിക്കോളൂ. എപ്പോഴും ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഇതിനകത്ത് വരുന്ന ആളുകൾക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് പടം വരച്ച് വച്ചോളണം എന്ന് തിരിച്ച് കൊടുത്ത് സിംപ്ലിഫൈ ചെയ്യുക.
അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടെ കേട്ടോ. ദ സെയിം ക്വസ്റ്റ്യൻ തന്നെ, ഇത് ടാനിന് പകരം കോസ്. അപ്പൊ അങ്ങനെ വരുന്ന എല്ലാ ക്വസ്റ്റ്യനും ഇതിന് എയും ബിയും ഒന്ന് ഇതുപോലെ കൊടുത്ത പടം വരച്ച് വെച്ചോളണം. എന്നിട്ട് ഇത് കോസ് ഓഫ് എ പ്ലസ് ബി ആയി മാറും. കോസ് എ പ്ലസ് ബിയുടെ എക്സ്പാൻഷൻ പറ, കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി. ഫിഗർ നോക്കി വിലകൾ കൊടുക്കുക. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ആയിരിക്കും, ഫൈൻഡ് ദ വാല്യൂ ഓഫ്, ഫൈൻഡ് ദ വാല്യൂ ഓഫ്, ഈ ടാൻ കോസ് എന്ന് എഴുതി ബാക്കി അതിനകത്തുള്ള അതേ ഇതാണ് തന്നെ. 3 മിനിറ്റിനപ്പുറത്ത് എടുക്കരുത്, മാക്സിമം 3 മിനിറ്റ്സ്. ആൻസർ കിട്ടുമ്പോൾ മത്സരം വെച്ച് വിളിച്ച് പറയണം. ഓൺലൈൻകാരും ഒരു വാസുദേവുണ്ട്, സ്നേഹ, മഹിമ. ആൻസർ കിട്ടിയോടെ വിളിച്ച് പറയും. പ്രവീൺ, ആൻസർ കിട്ടിയോടെ വിളിച്ച് പറയണേ. കോസ് എ പ്ലസ് ബിയുടെ ഫോർമുല മറക്കരുത്. കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി. കോസ് എ പ്ലസ് ബിക്കുള്ള ഫോർമുല കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി. ബാക്കിയൊക്കെ ഫിഗറിൽ നിങ്ങൾ കണ്ടുപിടിച്ചോളണം. എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ. √30 6/, കറക്റ്റ് ആയിട്ട് ചെയ്ത കുട്ടികൾക്ക് 6/5√13 എന്ന് കിട്ടണം. കിട്ടിയ 6. ഇത് ശ്രദ്ധിച്ചോളണം, ഇതിനകത്ത് ഇത് എത്ര നിങ്ങൾ മാസ്റ്റർ ആകുന്നു, അടുത്ത വരുന്ന സെക്ഷനുകളിൽ നിങ്ങൾക്ക് 10 മാർക്ക് ഇതുമായിട്ട് ബേസ് ചെയ്ത് ആൻസർ ചെയ്യാൻ പറ്റും. ഇതല്ല വേറെ ചാപ്റ്റർ കാൽക്കുലസ്, അത് നല്ലവണ്ണം മനസ്സിലാക്കിക്കോളത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇത് പിന്നെ എൻട്രൻസിന് വരുമ്പോ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, അത് വേറെ എളുപ്പവഴി പറയാം, ഇപ്പൊ പറ്റൂല. അടുത്ത 2 ക്വസ്റ്റ്യൻസില് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 2 ക്വസ്റ്റ്യൻ ചെയ്യുന്നതിൽ ആദ്യത്തെ വലിയ പാടല്ല, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങളുടെ ബുദ്ധി. കീമിന് വന്നിട്ടുണ്ട് 2-3 പ്രാവശ്യം, നമ്മളെ ബോർഡ് എക്സാമിനേഷന് 3 പ്രാവശ്യം 4 പ്രാവശ്യം, ഇടക്കാലങ്ങൾ ഒരു 10 വർഷത്തിനകത്ത് വന്നിട്ടുണ്ട്. എഴുതിക്കോളൂ. ഇഫ് tan inverse x plus tan inverse y equals pi/4, xy less than 1, xy less than 1 എന്ന കണ്ടീഷൻ, then write the value of x plus y plus xy.
x plus y plus xy. അപ്പൊ എല്ലാ കുട്ടികളും ശ്രദ്ധിച്ചു വെച്ചോളണം. ഇത് tan inverse x plus tan inverse y എന്നാണ്. അത് ഫോർമുല നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. നോക്കൂ, ലാസ്റ്റിൽ പറഞ്ഞ ഫോർമുല നോക്കണേ. tan inverse of x plus y by 1 minus xy. ഇതൊക്കെ സിമ്പിൾ ആണ്, പക്ഷെ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ഈക്വൽസ് പൈ ബൈ 4. ഇതാ നല്ല കുട്ടികളായിട്ട് പറഞ്ഞ. ഇതിൽ നിന്ന് ബാക്കി നല്ല ശ്രദ്ധിച്ച് കേട്ടോളണം. ഇത് ആവശ്യമുള്ള ഒരു സൈഡിൽ ഫോർമുല എഴുതി വെച്ചോളണേ. tan inverse x plus tan inverse y. ഇതിന്റെ ഫോർമുല എഴുതി വെച്ചോളണം. tan inverse of x plus y by 1 minus xy. ഇനി നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നത് ഇതിൽ നിന്ന് നല്ല കുട്ടികളായിട്ട് പറയൂ. x plus y ഡിവൈഡഡ് ബൈ 1 minus xy എത്ര? ഇത് ഇങ്ങോട്ട് പോകുമ്പോ ഇൻവേഴ്സ് മാറി. ഈ വില എത്രയെന്ന് ചോദിച്ചാൽ ഇത് ഇപ്പുറത്തേക്ക് വരുമ്പോ ടാൻ ആവും, ഇൻവേഴ്സ് മാറുന്നു. ഇനി പറഞ്ഞുതരൂ, ഇത് x plus y ഡിവൈഡഡ് ബൈ 1 minus xy ഈക്വൽസ് ഇതോ 1. ക്രോസ് മൾട്ടിപ്ലൈ ആണ്. അപ്പൊ എത്ര? x plus y ഈക്വൽസ് 1 കൊണ്ട് ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോ 1 minus xy. എന്തോന്ന് കണ്ടുപിടിക്കാൻ ചോദ്യം? x plus y plus xy. അതിന് ഇതിനെ ലെഫ്റ്റ് സൈഡിൽ എടുത്താൽ പോരെ. അപ്പൊ x plus y plus xy കിട്ടും. ആൻഡ് ദി ആൻസർ ഈസ് 1. മനസ്സിലാവണോ? എഴുതും. അപ്പൊ നമുക്ക് എൻട്രൻസ് ലെവലില് ബോർഡ് എക്സാമിനേഷൻ വന്നിട്ടുണ്ട്. ഈ ഫോർമുല ഇതെന്നറിയാം, തിരിച്ചുള്ളതാണ് ഓർമ്മിക്കേണ്ടത്. എന്ന് വെച്ചാൽ tan inverse x plus y by 1 minus xy എവിടെയെങ്കിലും കണ്ടാൽ ഉടനെ അത് tan inverse x plus tan inverse y എന്ന് തിരിച്ചെഴുതണം. ഒന്നുകൂടെ, what is tan inverse x plus tan inverse y? Tan inverse x plus y by 1 minus xy. So what is tan inverse of x plus y by 1 minus xy എന്ന് ചോദിച്ചാൽ തിരിച്ച് tan inverse x. ഇത് വളരെ പ്രധാനം, പരസ്പരം എപ്പോഴും അറിയണം. അടുത്ത ദിവസം സൈഡിൽ മാർക്ക് ചെയ്തോളൂ. എൻട്രൻസിന് ഇമ്പോർട്ടൻ്റ് ആണ്. ബോർഡ് എക്സാമിനേഷന് 4 മാർക്കിന്റെ ക്വസ്റ്റ്യനോ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ അങ്ങനെ എന്താ ഒന്നുണ്ട്, അതാണ് വരുന്നത്. എഴുതിക്കോളൂ. അടുത്ത ക്വസ്റ്റ്യൻ വളരെ പ്രധാനം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് tan inverse x by y, tan inverse x by y minus tan inverse x minus y divided by 1 plus, divided by x, tan inverse x minus y divided by x plus y. x plus y. നല്ല ക്വസ്റ്റ്യൻ ആണ്. നല്ല ക്വസ്റ്റ്യൻ കമ്പാരിറ്റീവ്ലി കൂടുതൽ പ്രാവശ്യം ചോദിച്ചു. ഇതിലെല്ലാം ഒരുപാട് ക്വസ്റ്റ്യൻസ് വളരെ പ്രധാനം. ഒരുപാട് പ്രാവശ്യം നമ്മളിൽ 5 ക്വസ്റ്റ്യൻ മിനിമം സ്കീമിന് വരും. നമ്മളെ ബോർഡ് എക്സാമിനേഷൻ 5 മാർക്ക്, അത് പലതരത്തിൽ സ്പ്ലിറ്റ് ചെയ്ത് വരാം. ഇതാ ശ്രദ്ധിച്ചു കേട്ടോ. ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മളെ CBSE ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന ആളുകൾ ചില സമയത്ത് വട്ടാണ്.
അടുത്ത നിങ്ങൾ ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ പഠിക്കും. അതിലൊരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു വന്നാൽ കുറേ സമയം പിടിച്ചാൽ ആൻസർ ഉണ്ട്. ഇത് എപ്പോഴും ചോദിച്ചിട്ടുള്ളത് 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ്. അതാണ് ഇപ്പൊ 5 മാർക്ക് ആക്കിയത്. ആ ക്വസ്റ്റ്യൻ അത് നമ്മൾ പഠിപ്പിക്കുമ്പോൾ മനസ്സിലാവും 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ഒരു തവണ ചോദിച്ചിട്ട് വേറൊരു തവണ അത് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരുന്നു. എന്നുവെച്ചാൽ ആ ഫോർമുലേറ്റ് അത് കാണാതെ പഠിക്കും. അങ്ങനെയൊന്നും പറ്റൂല, ആർക്കും ചെയ്യാൻ പറ്റൂല. ഇതേ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ് ലെവലിൽ വന്നാൽ നമ്മളെ ശിവൻകുട്ടി പറയും ആ ക്വസ്റ്റ്യൻ എഴുതിയില്ല, എനിക്ക് ഫുൾ മാർക്ക് കൊടുത്തത്. CBSE-യും സ്റ്റേറ്റും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ ഓർമ്മിക്കുക. ഏതെങ്കിലും ഒരു വാക്ക് സെന്റൻസ് എഴുതിയ പിന്നെ അടുപ്പിച്ച് വന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ ഇട്ടു, അത് സ്വല്പം ഇൻഡയറക്റ്റ്. അവിടെ പറയും ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ടുണ്ടോ, ഫുൾ മാർക്ക് കൊടുക്കുക. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ നമ്പർ ഇട്ട് ഫുൾ മാർക്ക് തരുന്നില്ല, മര്യാദയ്ക്ക് എഴുതിയാലേ മാർക്ക്. അതുകൊണ്ടാണ് സ്റ്റേറ്റും CBSE തമ്മിൽ മാർക്കിന്റെ ഡിഫറൻസ് വരുന്നത്. ഇപ്പോ പിന്നെ 12th 10th വൈഫ് കഴിഞ്ഞ ക്ലാസ്സിൽ പോയി. എനിക്ക് വൈഫ് ഇംഗ്ലീഷ് ടീച്ചറായിരുന്നു, റിട്ടയർ ചെയ്തതാണ്. അപ്പൊ അവള് ഒരു ഇത് പറഞ്ഞു, ഒരു കുട്ടിക്ക് ഫുൾ A+, സ്റ്റേറ്റ് ലെവൽ ഫുൾ A+, സ്റ്റേറ്റ് ആണ്. അപ്പൊ ആ കുട്ടി ഫേസ്ബുക്കിൽ ആ ഫുൾ A+ കിട്ടിയതുകൊണ്ട് ഭയങ്കര സന്തോഷത്തിൽ അയാൾ ഒരു പോസ്റ്റ് ഇട്ടു, താങ്ക്സ് ദ ടീച്ചേഴ്സ് എന്നല്ല, താങ്ക് യു ആൾ. കേട്ടോളനെ, താങ്ക് യു ആൾ. 10th ക്ലാസ് A+ ആണ്. എങ്ങനെ? ഐ ഹാവ് പാസ്ഡ് എവരി. ജയിപ്പിച്ച് ഫുൾ A+ കിട്ടിയ കുട്ടി ഐ ഹാവ് പാസ്ഡ് എവരി. എന്നുവെച്ചാൽ ഞാൻ ജയിച്ചെന്നു. നമ്മൾ വിചാരിച്ച പാസ്ഡ് എവരി എന്ന് വെച്ചാൽ ചത്തൊന്നുമില്ലേ. ഈ കുട്ടിക്കാണ് ഫുൾ A+. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോ, നിങ്ങൾക്ക് കോമ്പറ്റീഷൻ. അതുകൊണ്ടാണ് ഈ സ്റ്റേറ്റ് നമ്മളെ കോമ്പറ്റീഷൻ ലെവലിൽ നിങ്ങൾ 7 അയലത്തവർ വരില്ല. ഇനി ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒക്കെ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ അവർക്ക് മറ്റേ കാൽക്കുലേറ്റർ വെച്ച് ചെയ്യാം. അതുകൊണ്ടുള്ള കുഴപ്പമെന്ന് അറിയാമോ? ക്വസ്റ്റ്യൻ 250 ഗുണം 0 ഇതറിഞ്ഞൂടാ. കാൽക്കുലേറ്റർ പ്രസ് ചെയ്താലേ അവർക്ക് 0 എന്ന് എഴുതാറില്ല. നിങ്ങൾക്ക് ആ ഒരു പ്രശ്നം വരണില്ല. അതുകൊണ്ട് കോമ്പറ്റീഷൻ ലെവൽ ഇറ്റ് ക്യാൻ ബി ബെറ്റർ വെൻ കമ്പയർഡ് ടു സ്റ്റേറ്റ്. ഇന്ത്യ സ്റ്റേറ്റിൽ എല്ലാപ്പോഴും അങ്ങനെയൊന്നല്ല. ഒരക്ഷരം ഇതെന്നാൽ നമ്മളെ വിദ്യാഭ്യാസ മന്ത്രി ഒരു സ്ഥലത്ത് എത്രയാണ് ജയിച്ചത് വായിച്ചത് നാളെ പേപ്പറിൽ ഭയങ്കര ട്രോളാണ്. ഇന്ന സ്ഥലത്ത് 953 പേര് ജയിച്ചു. അവന് വെടിവെച്ച് കൊല്ലേണ്ടായിരുന്നു. 953 എന്റെ അച്ഛൻ്റെ അടുത്ത് നിന്ന് പറയണേ, അച്ഛൻ സാറല്ലേ, ഇത്തിരി മർശസ്റ്റായി ഉള്ള ആളെന്തോണ്, മോനെ കണ്ടിട്ട് ചായ ഉള്ള ആൾ. ശിവൻകുട്ടിയെ എവിടെ കിട്ടുമെങ്കിൽ ആരെങ്കിലും ഇട്ട് അടിച്ചു കൊല്ലാൻ പറ. 953. എന്നിട്ട് ഒടുക്കം പത്രലേഖനം തിരിച്ചപ്പോ 92353 എന്ന് ഒരക്ഷരങ്ങളായിട്ട്. ഇല്ല, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഈ സ്റ്റേറ്റ് ഇപ്പൊ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു 300 മാർക്ക് 10th ക്ലാസ്സിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ A+കാരാണ് ഞങ്ങളുടെ കൂടെ എത്തില്ല. അത്രയ്ക്ക് ഞങ്ങൾ പെർഫെക്റ്റ് ആയിരിക്കും. 600 ടോട്ടൽ 300 മാർക്ക് കിട്ടിയ. ഇപ്പൊ സ്റ്റേറ്റിന് വാരിക്കൊരു 99.9% ജയിച്ചു. സ്വന്തം പേര് പോലും എഴുതാറില്ല, സ്വന്തം പേര് പോലും. ഇപ്പൊ മുമ്പ് എനിക്ക് ഇപ്പൊ വാല്യുവേഷന് പോകുമ്പോ പിന്നെ ഒരു കുട്ടി വേറൊരു സാറിന്റെ പേപ്പറിൽ 500 രൂപ നോട്ട് ഒട്ടിച്ചു വെച്ചിരിക്കുന്നു. 500 രൂപ നോട്ട് ഒരു പേജിൽ ഒട്ടിച്ചു വെച്ചിട്ട് എന്നെ എങ്ങനെയെങ്കിലും ജയിപ്പിച്ചല്ലോ. എനിക്ക് ഇംഗ്ലീഷ് ഒന്നും അറിഞ്ഞൂടാ. പക്ഷെ ആ പൈസ എടുത്ത് എല്ലാവരും കാത്തു പിടിച്ചു. അതിന് ജയിക്കാൻ വേണ്ടി ഒന്നും എഴുതിയിട്ടില്ല. ഇപ്പൊ നമുക്ക് സ്റ്റേറ്റ് ലെവലിലാണെങ്കിൽ ആരെങ്കിലും ഒരു സെന്റൻസ് എഴുതുമ്പോൾ അതിന്റെ സ്പെല്ലിംഗ് ഒന്നും നോക്കണ്ട, അർത്ഥം ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഫുൾ മാർക്ക്. നിങ്ങൾക്കൊന്നും ആരും ഉപയോഗമില്ല, വളരെ ഒന്നും ചെയ്യാൻ പറ്റൂല. പക്ഷെ നിങ്ങൾക്ക് അതിനുള്ള പ്രത്യേകത കോമ്പറ്റീഷൻ ലെവലില് ഇപ്പൊ നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ പഠിപ്പിക്കാൻ പോകുമ്പോൾ അറിയാം CBSE ചില പെർഫെക്ഷൻ ഉണ്ട്.
അതാണ് നമ്മളെ JNBക്കാരുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതാണ് ഞാൻ കൂടെ പറയും ഐ ലവ് യു ആൾ. ഐ ലവ് യു ആൾ എന്ന് പറയുന്നത് നിങ്ങളെ പെർഫെക്ഷൻ. പക്ഷെ നിങ്ങൾ കറക്റ്റായിട്ട് മോൾഡ് ചെയ്യണില്ല, അത് വേറെ കാര്യം. അതിനെ പെർഫെക്റ്റ് ആക്കി മാറ്റുക. ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ അതുപോലത്തെ ഒരു സ്വല്പ സ്റ്റാൻഡേർഡ് കൂട്ടണേ. എല്ലാ കുട്ടികളും ആൻസർ പറയണം. What is tan inverse x plus tan inverse y? Tan inverse x plus y by 1 minus xy. So what is tan inverse x plus y by 1 minus xy? X plus tan inverse y എന്ന് തിരിച്ചു പറയണം. അപ്പൊ വാക്ക് നോക്കിയ ഈ രണ്ടിലും ആരെ കണ്ടപ്പോ പേടി തോന്നുന്നു? ഈ രണ്ട് ടേംസ് ഉണ്ട്. സ്വല്പ ദേഷ്യത്തിൽ നോക്കേണ്ടത് ഏത് ടേമിനെ? ഫസ്റ്റ് സെക്കൻഡ്? സെക്കൻഡ്. ഇതിന്റെ ഒക്കെ അല്ലേ സ്വല്പം നോക്കേണ്ടത്. അത് നമുക്കൊരു കൊച്ചു കള്ളം ചെയ്യാം. ഇതൊക്കെയാണ് നമ്മുടെ കോമൺ സെൻസ്. ഇതുപോലെ ഇത് ഇനി അത് ഏറ്റവും അതാണ് പറയാൻ പോയത്. ടാനിനോ ടാൻ ഇൻവേഴ്സിന്റെയോ എന്ത് ഫോർമുല പഠിക്കുമ്പോൾ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ആർക്കെങ്കിലും അതൊന്ന് പറയാമോ? ടാനോ ടാൻ ഇൻവേഴ്സ് ഇത് ജീവനാഡിയാണ് പറഞ്ഞു തരുന്നത്. ജയിക്കൊക്കെ അപ്ലൈ ചെയ്യാൻ കഴിയുന്ന മിടുക്കൊരു കുട്ടിയൊക്കെ വേണ്ടിയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ആരെങ്കിലും ഒന്ന് പറഞ്ഞ ടാനോ ടാൻ ഇൻവേഴ്സിന്റെ എന്ത് ഫോർമുല നോക്കിയാലും അതിനൊരു പ്രത്യേകതയുണ്ട്. എവിടെ? തന്നെ പറയാ, മറക്കരുത്. ഇതെപ്പോഴും ഇവിടെ സ്റ്റാർട്ടിങ് ടേം ഒന്ന് തന്നെ. ഏത് ക്വസ്റ്റ്യൻ ഫോർമുല പറഞ്ഞാലും what is tan of a plus b? Tan a plus tan b by 1 minus. What is tan inverse x plus tan inverse y? Tan inverse x plus y by, ഇതാണ് പ്രധാനം. മനസ്സിലാക്കി ശ്രദ്ധിച്ചത് തന്നെ വെച്ചോളാം. അപ്പൊ ഇവിടെ നോക്കിക്കോ. അപ്പൊ ഞാൻ ഇയാളെ ഒന്നും ചെയ്യണില്ല, അത് നിരുപദ്രവകാരി അങ്ങ് വിട്ടു. ഇതിനകത്ത് ഞാൻ എക്സ് ബൈ വൈ കൊണ്ടുവരെയാണ്. എക്സ് ബൈ വൈ കൊണ്ടുവരണമെങ്കിൽ ഈ ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ ഞാൻ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? എക്സ് ബൈ വൈ എനിക്ക് വരണം, എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ ഇതിനെ എക്സ് ബൈ വൈ എന്നാണ് വരേണ്ടത്. ബൈ വൈ ആണ്. അപ്പൊ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യും? വൈ കൊണ്ട്. അപ്പൊ ഇത് എത്രയായി? എക്സ് ബൈ വൈ. ഇതോ ബൈ എക്സ് ബൈ വൈ പ്ലസ് 1. ഇവിടെ ആദ്യം സ്റ്റാർട്ടിംഗ് ആണ് 1 വരേണ്ടത്. അപ്പൊ ചെയ്യാൻ പോകുന്ന രീതി ശ്രദ്ധിച്ച് കേട്ടോ. ഇത് ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ വൈ മൈനസ് ടാൻ ഇൻവേഴ്സ്, ആദ്യം നമുക്ക് ആവശ്യമുള്ള 1 ആദ്യം എഴുതി തിരിച്ചെഴുതിയത്. മറ്റേതാണെങ്കിലോ എക്സ് ബൈ വൈ മൈനസ് 1. വേറെ ഒന്നും ചെയ്തില്ല, ഇത് ആദ്യം എഴുതിയെന്നേ ഉള്ളൂ. ഇനിയേ നമ്മൾ പഠിച്ചിട്ടുള്ള ഫോർമുലകളുടെ പ്രത്യേകത ഇവിടെ ഈ ഫോർമുല പറഞ്ഞ ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ പറഞ്ഞു തരൂ. ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ ബൈ, എന്ന് വെച്ചാൽ ഇവിടെ വന്ന പ്രോഡക്റ്റ് ഇവിടെ സമ്മായിട്ട് വന്നിട്ടുണ്ട്. ഈ വന്ന പ്രോഡക്റ്റ് എപ്പോഴും ഇവിടെ സമ്മായിരിക്കണം. അപ്പൊ ഇവിടെ ചുമ്മാ നിങ്ങൾക്ക് ഇൻറ്റു 1 എന്ന് എഴുതിക്കോ. ശരിയല്ലേ? ഇൻറ്റു 1 എന്ന് എഴുതി. അപ്പൊ ഇനി വായിച്ചു നോക്ക്. എക്സ് മൈനസ് വൈ ബൈ 1 പ്ലസ് എക്സ് വൈ പോലെ വന്ന് ഇതിന്റെ ചിഹ്നം മാറുകയാണ്. ഇവിടെ മൈനസ് ആയി, ഇത് പ്ലസ് ആയി. ഒന്നുകൂടെ ഈ സ്റ്റെപ്പ് ശ്രദ്ധിച്ച് കേട്ടോ. ഇപ്പൊ ഇത് സ്നേഹത്തോടെ വായിച്ചാൽ എക്സ് മൈനസ് വൈ ബൈ 1 പ്ലസ് എക്സ് വൈ. കറക്റ്റ് അല്ലേ? ഒന്നുകൂടെ ഇപ്പൊ ഈ എഴുതിയിരിക്കുന്ന ഇതുപോലെ ചിന്തിക്കരുത്. എക്സ് ബൈ നമുക്കറിയാവുന്ന ഫോർമുല, ഇത് ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് വൈ. എക്സിന് വരെയുള്ള എത്ര?
എക്സ് ബൈ വൈ. വൈക്ക് വരോ വെറും 1. എക്സ് മൈനസ് വൈ എന്നല്ലേ ഞാൻ വായിച്ചത്. അപ്പൊ വൈക്ക് വരെ 1. ഇത് കറക്റ്റ് അല്ലേ? അപ്പൊ ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് വൈ ബൈ 1 പ്ലസ് എക്സ് വൈ എന്ന് വന്നാൽ ഈ ഫോർമുല എങ്ങനെ എനിക്ക് എഴുതാം? ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് ടാൻ ഇൻവേഴ്സ് വൈ എന്ന് എഴുതാം. മനസ്സിലാവണം? ഇത്ര ഈ ഒരു സ്റ്റെപ്പ് നല്ല മനസ്സിലാക്കിയോളാം. അപ്പൊ ഇനി സ്നേഹത്തോടെ പറഞ്ഞൊരു ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ വൈ ഇയാളവിടെ കിടക്കണം. മൈനസ് ഇതെങ്ങനെ മാറ്റാം? ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ വൈ മൈനസ് ടാൻ ഇൻവേഴ്സ് 1. മനസ്സിലായോ ഈ സ്റ്റെപ്പ് എഴുതിയത്? ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്. അപ്പൊ എത്രയായി? മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ വൈ. ഇയാളായിട്ട് പറ്റിപ്പോയാ? പ്ലസ്, പക്ഷെ ടാൻ ഇൻവേഴ്സ് 1 എത്ര? 5 ബൈ ടാൻ ഇൻവേഴ്സ് 1. ടാൻ തീറ്റ 1 ആവണ ഇപ്പൊ എത്ര? 5 ബൈ 4. സോ ദി ആൻസർ ഈസ് 5 ബൈ 4. ഞാൻ പറഞ്ഞ ഒരു 3-4 പ്രാവശ്യം ഇതിന് വന്നിട്ടുണ്ട് സ്കീമിന്. പക്ഷെ ബോർഡ് എക്സാമിനേഷനും വളരെ പ്രധാനമാണ്. അപ്പൊ നിങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിച്ച് കേട്ടോ. ഇത് എഴുതുമ്പോൾ സൈഡിൽ എഴുതിക്കോളണം, വി ഹാവ് ഡിവൈഡഡ് ദ ന്യൂമറേറ്റർ ആൻഡ് ദ ഡിനോമിനേറ്റർ ബൈ വൈ. അത് കഴിഞ്ഞിട്ട് ഈ സ്റ്റെപ്പ് എഴുതുമ്പോ ഈ സ്റ്റെപ്പിനെ ഇങ്ങനെ മാറ്റുമ്പോ ഈ ഫോർമുല എഴുതും. ഇങ്ങനെയല്ല എഴുതേണ്ടത്. എങ്ങനെ? ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് ടാൻ ഇൻവേഴ്സ് വൈ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് വൈ ബൈ 1 പ്ലസ് എക്സ് വൈ എന്ന് എഴുതണം. കംപ്ലീറ്റ് ചെയ്തോളൂ. ഇടയ്ക്കിടയ്ക്ക് നിങ്ങളായിട്ട് വിളിക്കുമ്പോൾ തിരിഞ്ഞു തിരിഞ്ഞു പോകുന്നു. ഇത് എഴുതുമ്പോൾ റീസൺ എഴുതണം. സിൻസ് ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് ടാൻ ഇൻവേഴ്സ് വൈ ഈക്വൽസ് ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് വൈ ഡിവൈഡ് ബൈ 1 പ്ലസ് എക്സ് വൈ. ഈ ഫോർമുല വെച്ചാണ് ഇത് മാറ്റിയിരിക്കുന്നത്. ബ്രാക്കറ്റ് മാറ്റി ടാൻ ഇൻവേഴ്സ് 1 ഈക്വൽസ് 5 ബൈ 4 എന്ന് എഴുതണം.
അപ്പോ അടുത്ത ക്വസ്റ്റ്യൻ ബോർഡ് എക്സാമിനേഷന് മാർക്ക് കൂടുതലുള്ള ക്വസ്റ്റ്യൻ ആണ്. എഴുതിക്കോളൂ. If tan inverse x minus 2 by x minus 4, tan inverse x minus 2 by x minus 4 plus tan inverse x plus 2 by x plus 4 equals pi by 4 equals pi by 4, then find the value of x. Then find the value of x. അപ്പൊ ക്വസ്റ്റ്യൻ എഴുതിയിട്ട് ശ്രദ്ധിച്ച് കേട്ടോളണം. ഞാൻ ബോർഡിൽ ഇത് ചെയ്യുകയാണ്, നിങ്ങൾ ഇങ്ങോട്ട് ആൻസർ പറഞ്ഞു തരണം. ശ്രമിക്കൂ. ഇത്തിരി സ്റ്റെപ്പ് കൂടുതലുള്ളതാണ്. ഇതിപ്പോ ഏത് ഫോമിലാണ് കിടക്കുന്നത്? tan inverse x പ്ലസ് എക്സിന് പകരമുള്ള and instead of y, check. What's the formula for tan inverse x plus tan inverse y? Tan inverse x plus y divided by. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി? നല്ല കുട്ടികളായിട്ട് ഇതിന്റെ സ്റ്റെപ്സ് അപ്പൊ എനിക്ക് പറഞ്ഞു തരണം. ഇത് തന്നിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ അർത്ഥം പറ. tan inverse x minus 2 by plus by, അപ്പൊ x plus y ആയി അല്ലേ? by 1 minus x minus 4 into equals സ്വല്പ സ്റ്റാൻഡേർഡ് കൂട്ടണം, പേടിച്ചു പോരുക. അപ്പൊ വാട്ട് ഈസ് ദിസ് വാല്യൂ എന്ന് ചോദിച്ചാൽ tan pi by 4. But what is tan pi by 4? 1. അപ്പൊ എനിക്ക് ഞാൻ ഒരു സ്റ്റെപ്പ് വിട്ടു. അപ്പൊ എന്താ എഴുതാ? വീണ്ടും ഒരു സ്റ്റെപ്പ് കൂടെ വിടുന്നു. ഇതിന്റെ എൽസിഎം പറ. x minus 4 into x plus 4. ഇതിന്റെ എൽസിയോ x minus 4 into x plus 4. ഒന്നുകൂടെ. ഈ ഫ്രാക്ഷൻസിന്റെ എൽസിഎം x minus 4 into x plus. താഴെ എൽസിഎം എടുക്കുമ്പോൾ x minus 4 into x plus 4. ആ എൽസിഎങ്ങൾ വെട്ടിപ്പോണില്ലേ? കുറെ കഴിയുമ്പോൾ പേടിച്ചു ഇത് ഇങ്ങനെ ശീലിച്ചേ പറ്റൂ. കാരണം എങ്കിലേ നിങ്ങൾക്ക് ഒരു കോമ്പറ്റീഷൻ ലെവല് കയറാൻ പറ്റൂ. ഒന്നുകൂടെ പറയാം. ഈ ഫ്രാക്ഷന്റെ എൽസിഎം ഈ പ്രോഡക്റ്റ് ആണ്. ഡിനോമിനേറ്ററിലെ ഫ്രാക്ഷൻ എൽസിഎം എടുക്കുമ്പോഴും അതേ ആള് തന്നെ വന്നു. അപ്പൊ എൽസിഎം എടുത്തപ്പോ അത് ക്യാൻസൽ ചെയ്യും. മിച്ചം പറ. ഇത് ഇങ്ങോട്ട് വരും അല്ലേ? x minus 2 into പ്ലസ് x plus 2 into, അപ്പൊ ന്യൂമറേറ്ററിന്റെ എൽസിഎം കറക്റ്റ് ആയിട്ട് പറഞ്ഞു. താഴെയുള്ള എൽസിഎം എടുത്തപ്പോ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഈ ഒന്നിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? വാട്ട് ഈസ് x minus 4 into x plus 4? അതുകൊണ്ട് ഒന്നിനെ മൾട്ടിപ്ലൈ ചെയ്തു. അവിടെ ഒന്നും എങ്ങനെ കിട്ടിയെന്ന് പേടിക്കരുത്. ഈ എൽസി x minus 4 x plus 4 എന്ന് പറയുമ്പോൾ x square minus 16. അതുകൊണ്ടാണ് ഈ ഒന്നിനെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. മൈനസ് ബാക്കി x minus 2 into ഈക്വൽസ് 1. ഒന്ന് കളിക്കാം. ഒരുപാട് സ്റ്റാൻഡേർഡ് കുട്ടിയെ അഥവാ കൂടെ എത്തിയില്ലെങ്കിൽ പറ്റിയില്ലെങ്കിൽ പറയണം ഒന്നുകൂടെ. ശരിക്കും ഈ വാല്യൂ എത്രയെന്ന് ചോദിച്ചാൽ നിങ്ങൾ tan pi by 4 എന്ന് പറയണമായിരുന്നു. പക്ഷെ നിങ്ങൾക്കറിയാം tan pi by 4 1 ആണ്. ഞാനത് എഴുതിയില്ല. അപ്പൊ ഇതിന് പകരം വെറുതെ സമയം കളയാതിരിക്കാൻ വേണ്ടി ഇതിന്റെ എൽസിഎം എടുത്തു. ഒരേ എൽസിഎം ആയതുകൊണ്ട് അത് വെട്ടിപ്പോയി. അപ്പൊ ഇത് ഇവിടെ വന്നു, ഇത് ഇപ്പുറത്തേക്ക് പോയി. താഴെയാണെങ്കിൽ ഈ x minus 4 x plus 4 ആണ്. ഇവിടെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. പക്ഷെ അത് x square minus 16 എന്നറിയാം. അതുപോലെ മനസ്സിലായ എല്ലാവർക്കും? ഇനി തന്നെത്താൻ ഒന്ന് ചെയ്യാൻ പറ്റുമെന്ന് നോക്കൂ.
ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ ഫ്രാക്ഷൻ മാറി കിട്ടിയ അത്രയും സന്തോഷമായി. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. ഒരുപാട് ടേംസ് വെട്ടിപ്പോയിട്ട് എക്സ് എത്രയെന്ന് കിട്ടും. അപ്പൊ ഇത് വരികയാണെങ്കിൽ 4 or 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. മുമ്പത്തെ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ഇപ്പൊ എനിക്ക് ആ മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ അറിഞ്ഞുകൂടാ. ഒരുപാട് പ്രാവശ്യം ബോർഡ് എക്സാമിനേഷൻ ചോദിച്ച ക്വസ്റ്റ്യൻ ചെയ്തോളൂ. ഏതെങ്കിലും സംശയമുള്ളവർ ചോദിക്കുക. വാസുദേവൊക്കെ ചിലപ്പോൾ ഫിസിക്സിന്റെ ഡൗട്ടൊക്കെ ചോദിക്കും എന്ന് പറയണം. എൻ്റെ അടുത്ത് പിണക്കം. അതിനൊക്കെ എന്തെങ്കിലും പറയുന്നത് എന്തോ എക്സ് സ്ക്വയറിലേക്ക് എക്സാം കാണുന്നുണ്ട്. പ്ലസ് ഓർ മൈനസ് √2. ഞാൻ ബോർഡിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെയും ഞാൻ സ്വല്പ സ്റ്റാൻഡേർഡ് കൂട്ടിയിട്ടുണ്ട്. ഇത്തിരി കട്ടിയുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എങ്കിലും ആ സിംപ്ലിഫിക്കേഷൻ അത് പേടിക്കാതെ ചെയ്യണം. കുറെ പ്രാക്ടീസ് ആവുമ്പോൾ ശരിയാവും. എങ്ങനെ
ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും ശ്രദ്ധിച്ചോളൂ, ഒരു ക്വസ്റ്റ്യന് ഒന്നിൽ കൂടുതൽ മെത്തേഡ്സ് ഉണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് നമുക്ക് യൂട്യൂബിലൊക്കെ ചിലർ ചെയ്യുന്ന പ്രോബ്ലം ഭയങ്കര ലെങ്തി ആയിരിക്കും. പക്ഷെ ചില തിയറി എപ്പോഴായെങ്കിൽ 2 അല്ലെങ്കിൽ 3 വരിയിൽ കിട്ടും. അപ്പൊ അതുപോലെ അവരവരുടെ മനസ്സിൽ എന്ത് തരത്തിൽ കറക്റ്റ് ആയിട്ട് തോന്നണോ ആ തരത്തിൽ ചെയ്യുക. കംപ്ലീറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ കറക്റ്റ് ആയിട്ട്. മാറ്റട്ടോ. നിങ്ങൾ എത്ര 21-ാം തീയതി പോകണം അല്ലേ സ്കൂൾ? തുറക്കണ 3-ാം തീയതി. 3-നാണ് ഓപ്പണിംഗ് അല്ലേ? 1 ശനിയാഴ്ച. ഓ, ജൂൺ 1 ശനിയാഴ്ച എന്ന് തോന്നുന്നുണ്ട്. അല്ല, എനിക്ക് തോന്നുന്നു ജൂൺ 1 തീയതി ശനിയാഴ്ച എന്നാണ് തോന്നുന്നത്. കാരണം സ്കൂളുകളൊക്കെ തുറക്കണം 3-ാം തീയതി. 3 എന്ന് പറഞ്ഞാണ് തിങ്കളാഴ്ച എന്നാണ് എന്റെ വിശ്വാസം. വളരെ ബോയ്സ് പ്രത്യേകം ശ്രദ്ധിക്കുക. ബോയ്സ്, നിങ്ങള് സ്കൂളിൽ പോകുമ്പോഴേ കുഴപ്പിക്കാതെ. കുറച്ചുഴപ്പുണ്ട്, അത് അങ്ങനെയല്ല, അത് വേണം, കുറച്ചൊക്കെ വേണം, എങ്കിലും ശ്രദ്ധിച്ചോളൂ. നമുക്കൊരു ടാർഗറ്റ് ഉണ്ട്. എത്ര കളിച്ചാലും ആ ടാർഗറ്റ് നമ്മൾ പിടിച്ചെടുക്കണം. ഇപ്പൊ നല്ല മിടുക്കരായിട്ടുള്ളവർക്ക് മാത്രമേ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ നിൽക്കാൻ പറ്റൂ. പക്ഷെ അത് നിൽക്കുമ്പോഴും നമ്മൾ ആ പഠിത്തത്തെ വിട്ടുകളയത് ഭയങ്കര ശ്രദ്ധിക്കും. ഇതിൽ ഞാൻ 2-3 ക്വസ്റ്റ്യൻസോട് ഇത്തിരി കട്ടിയുള്ളത് ചെയ്യും, സഹിക്കണം. അടുത്തത് 2 പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ഒരു മിനിറ്റ്. അവിടെയൊക്കെ ബുദ്ധിയുടെ കഴിവ് കേട്ടോ, എക്സ്പെർട്ടീസ് ഒന്ന് റീകളക്ട് ചെയ്യണം നല്ല കുട്ടികളായിട്ട്. സൈൻ ഇൻവേഴ്സിനകത്ത് സൈൻ വന്നാൽ അത് 2 വെട്ടിപ്പോയിട്ട് ആ എക്സ് അതുപോലെ വരും. ഒന്നുകൂടെ, സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് എത്ര? കോസ് ഇൻവേഴ്സ് കോസ് എക്സ് എക്സ്. ഇതായിട്ട് എല്ലാത്തിനും ഉണ്ട്. തിരിച്ചു വന്നാലും കുഴപ്പമില്ല. അടുത്ത നല്ല കുട്ടികളായിട്ട് നിന്നോളണം, നല്ല മിടുക്കരായിട്ട്. സൈൻ ഇൻവേഴ്സിനെ എന്തിലേക്ക് മാറ്റാം? കൊസീക് ഇൻവേഴ്സ് ആക്കി മാറ്റാം. കോസ് ഇൻവേഴ്സിനെയോ ടാൻ ഇൻവേഴ്സിനെയോ ഇങ്ങനെ മാറ്റുന്നതിന് എന്ത് ചെയ്താൽ മതി? റെസിപ്രോക്കൽ എടുത്താൽ മതി. വരും പ്രോബ്ലംസ്, നല്ല പ്രോബ്ലംസ് വരും. അത് സമയത്തിന് കത്തിയില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റൂല. അടുത്ത് പഠിച്ചു, സൈൻ ഇൻവേഴ്സും ടാൻ ഇൻവേഴ്സും കൊസീക് ഇൻവേഴ്സിനും മാത്രം മൈനസ് എക്സ് എന്ന് വന്നാൽ all of them are minus of them. But for the remaining 3, it will be 5 minus. ഇത് നമ്മൾ ഒരു കളി പോലെ എടുക്കുക, ഒരു രസമായിട്ട് അങ്ങ് എടുക്കുക. ഭയങ്കര സ്ട്രെയിൻ എടുത്തത് നോക്കല്ലെങ്കിൽ കിട്ടൂല. അടുത്ത് നമ്മൾ പഠിപ്പിച്ചത് സൈൻ ഇൻവേഴ്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് സെയിം വാല്യൂസ് എങ്കിൽ 5/2. ഇത് ആർക്കൊക്കെ ഉണ്ട്? ടാൻ ഇൻവേഴ്സിനും കോട്ട് ഇൻവേഴ്സിനും. പിന്നെ സീക്ക് ഇൻവേഴ്സിനും കൊസീക് ഇൻവേഴ്സിനും ഒരേ വാല്യൂ വന്നാൽ ഇറ്റ് ഈസ് 5/2. ഓർമ്മിക്കാല്ല. അടുത്ത് പഠിപ്പിച്ചത് സ്വല്പം നിങ്ങൾക്കത് മറന്നു കാണും, ശ്രദ്ധിച്ച് കേട്ടോ. സൈൻ ഇൻവേഴ്സ് 2x/1 + x². അതൊക്കെ മതി. സൈൻ ഇൻവേഴ്സ് 2x/1 + x², കോസ് ഇൻവേഴ്സ്
1 minus x square by 1 plus x square tan inverse 2x by 1 minus x square. ഈ മൂന്നിനെ എപ്പോ കണ്ടാലും മൂന്നിനും പകരം 2 tan inverse x എന്ന് എഴുതാം. ആ പ്രോപ്പർട്ടി ഒന്ന് റെഫർ ചെയ്തോളൂ. ആ പ്രോപ്പർട്ടി ഒന്ന് നോക്കണേ. sin inverse 2x by 1 plus x square or cos inverse 1 minus x square by 1 plus x square. പിന്നെ tan inverse 2x by 1 minus x square. മൂന്നിന്റെയും ആൻസർ 2 tan inverse x. അത് ഫോർമുലയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഞാൻ ഹിന്റ് ഒന്നും പറഞ്ഞില്ല. നിങ്ങളുടെ ബുദ്ധി നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്ത് അപ്ലൈ ചെയ്തോളാം. എൻട്രൻസിനും വന്നിട്ടുണ്ട്. രണ്ട് പ്രാവശ്യം ഈ റീസെന്റ് ഒരു 10 വർഷത്തിനകത്ത് CBSE ബോർഡ് എക്സാം ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. എഴുതിക്കോളൂ. for x, solve for x, three sin inverse 2x by 1 plus x square minus 4 cos inverse 1 minus x square by 1 plus x square plus 2 tan inverse plus 2 tan inverse 2x by 1 minus x square equals 5/3. ഈ ഇക്വേഷനിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കാൻ എൻ്റെ അടുത്ത് ചോദിക്കരുത്. നല്ല കുട്ടികൾ 1.5 മിനിറ്റിന് അപ്പുറത്ത് എടുക്കൂല. മത്സരം വെച്ച് ചെയ്തു നോക്കൂ. 1.5 മിനിറ്റ് കൊണ്ട് കിട്ടണം. കിട്ടുന്ന എത്ര ഇല്ല ഒരു കുഞ്ഞു അശ്രദ്ധ. ഓൺലൈൻകാർക്ക് ആൻസർ പെട്ടെന്ന് വിളിച്ച് പറയാന്ന്. ആൻസർ പറഞ്ഞു ശീലിക്കും. എത്ര കുഞ്ഞ് അശ്രദ്ധയിലാണ് കിട്ടാത്തത്.
അവിടെ കൊച്ചശ്രദ്ധ. ലാസ്റ്റിൽ എവിടെയോ ഒരു ചെറിയ തെറ്റ് വന്നു. കിട്ടിയപ്പോ കറക്റ്റ് എന്ത് അവിടെ ചെറിയ അവസാനം എഴുതിയില്ല, ചെറിയ തെറ്റ്. എത്ര കിട്ടി? 5/1/√3 എന്ന് വരണം. അങ്ങനെയല്ലേ ഒന്ന് 1/√3 എന്ന് വരണം. നമ്മുടെ ഓൺലൈൻകാരൻ 1/√3 എന്നാണ് വരേണ്ടത്. ഇതാ 1 മിനിറ്റ് ആവശ്യമുള്ളൂ ഈ ക്വസ്റ്റ്യൻ. എല്ലാവരും കേട്ടോ? 1 മിനിറ്റ് ആവശ്യമുള്ളൂ. ഞങ്ങൾക്ക് 1.5 മിനിറ്റ് തന്നു. ഇത് 2 tan inverse വന്നുകൊണ്ട് 6 tan inverse x. ഇത് cos inverse വന്നുകൊണ്ട് ഇതുമായിട്ട് ചേരുമ്പോൾ -8 tan inverse x plus 4 tan inverse x equals pi/3. അപ്പൊ 6 4 10 എടുത്തുകൊണ്ട് 2 tan inverse x എന്നായി equals pi/3. അപ്പൊ tan inverse x എത്രയെന്ന് ചോദിച്ചാൽ pi/6. therefore x എത്രയെന്ന് ചോദിച്ചാൽ tan pi/6. tan pi/6 എന്ന് പറയുമ്പോൾ 1/√. ഇത്രയേ ഉള്ളൂ. അവിടെ 3 വരിയിൽ തീരും. അത് തെറ്റിക്കരുത്. സൈഡിൽ ആവശ്യമുള്ള ഒരു പ്രോപ്പർട്ടി ഒരിക്കൽ കൂടെ എഴുതി വെച്ചോളാം. അടുത്ത ക്വസ്റ്റ്യൻ. That sin inverse, prove that sin inverse 4/5 plus sin inverse 5/13 plus sin inverse 16 divided by 65 equals pi/2. അപ്പൊ ഞാൻ സാധാരണ അങ്ങനെ പറഞ്ഞു കൊടുക്കല്ല. നിങ്ങൾ ഇത്തിരി ബുദ്ധിയുള്ള കുട്ടികളായിരുന്നു എന്റെ അസംഷനില്. ഞാൻ ഒരു കള്ളത്തരം പറയട്ടോ. കേട്ടോ, ഇത് രണ്ടിന്റെയും കോസ് കണ്ടുപിടിക്കണം. പറയാൻ പേടിക്കണ്ട. ആ കോസ് കണ്ടുപിടിക്കുമ്പോ ഇതേ ആള് വരണം. സൈൻ ഇൻവേഴ്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് ഒരേ ആളെങ്കിൽ ആൻസർ ഈസ്. അങ്ങനെ ഇതുവരെ അങ്ങനെ ചെയ്തു കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു നോക്കട്ടെ, ശ്രമിച്ചു നോക്കാം എല്ലാവർക്കും. കേട്ടോളൂ. ആദ്യത്തെ രണ്ടെണ്ണത്തെ ഞാൻ എടുക്കുകയാണ്. ഇങ്ങനെ സൈൻ ഇൻവേഴ്സ് 4/5 പ്ലസ് സൈൻ ഇൻവേഴ്സ് 5/13. എൻട്രൻസിന് ജയിക്കെങ്കിൽ ഇത് ഫോർമുല വെച്ച് ചെയ്യാം. ബോർഡ് എക്സാമിനേഷന് ചെയ്യാൻ പാടില്ല. അപ്പൊ ശ്രദ്ധിച്ച് കേട്ടോളൂ. ആദ്യത്തെ ആള് സൈൻ ഇൻവേഴ്സ് 3/4 ഞാൻ ക്യാപിറ്റൽ എ എന്ന്, സോറി 3/5 ക്യാപിറ്റൽ എ. ഇതിൽ നിന്ന് വാട്ട് ഈസ് സൈൻ എ? സോറി 4 ആണ്.
4/5. ശരിയായോ? ഉടനെ ഇതിന്റെ പടം വരയ്ക്കണം. ഇതാ എ, ഓപ്പോസിറ്റ് സൈഡ് ബൈ, അപ്പൊ ഇതെത്ര? 3. അടുത്ത രണ്ടാമത്തെ ആൾ സൈൻ ഇൻവേഴ്സ് 5/13 ബി എന്ന് പേര് കൊടുത്തു. സോ വാട്ട് ഈസ് സൈൻ ബി? ഉടനെ ഇതിന്റെ ഫിഗർ വീണ്ടും വരയ്ക്കണം. ബി ആണ് ആംഗിൾ, ഓപ്പോസിറ്റ് സൈഡ് 5, മറ്റേ 13. അപ്പൊ ഇവിടെ ഇത് വരച്ചു വെച്ചോളാം. അപ്പൊ ഞാൻ ഇതിന് എ എന്നും ബി എന്നുമാണ് പേര് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നോക്കേ, എളുപ്പത്തിന് കൺസിഡർ കോസ് ഓഫ് എ പ്ലസ് ബി. എന്തിനു കോസ് ഓഫ് എ പ്ലസ് ബി എന്ന് ചോദിച്ചാൽ ഇത്രയും സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കോസ് ഇൻവേഴ്സ് ഇത് കിട്ടിയാൽ പിന്നെ കാൽക്കുലേഷൻ വേണ്ട. 5/2 എന്ന് എഴുതാനുള്ള വെപ്രാളത്തിലാണ്. അപ്പൊ നോക്ക്, കോസ് ഓഫ് എ പ്ലസ് ബിയുടെ ഫോർമുല പറയാം. കോസ് എ മൈനസ് എടുക്കരുത്, സൈൻ എ ഈക്വൽസ് പടത്തിൽ നോക്ക്. കോസ് എ എത്ര? കോസ് എ എന്ന് പറഞ്ഞാൽ 3/5 ഇൻറ്റു കോസ് ബി 12/13 മൈനസ് സൈൻ എ 4/5 സൈൻ ബി എന്ന് പറയുന്ന 5/13 ഈക്വൽസ് LCM 65. ഇവിടെയും 65, ഇവിടെയും 65. അപ്പൊ ഇത് വരുമ്പോ 36 മൈനസ് 20. അപ്പൊ ഈക്വൽസ് എത്ര? 16/65. ഇത് കിട്ടിയല്ല, മനസ്സിലായി? ഇത്രയും ദൂരം. ഇതിൽ നിന്ന് ഇനിയാണ് സ്റ്റെപ്പ്. വാട്ട് ഈസ് എ പ്ലസ് ബി? ഇതിൽ നിന്ന് വാട്ട് ഈസ് എ പ്ലസ് ബി? കോസ് ഇൻവേഴ്സ് 16/65 എന്ന് വെച്ചാ ഇതിന്റെ വില എന്ന് പറയുന്നത് കോസ് ഇൻവേഴ്സ് 16/25 പ്ലസ് അടുത്തതോ കോസ് ഇൻവേഴ്സ് ഒരു വാല്യൂ പ്ലസ് സൈൻ ഇൻവേഴ്സ് അതേ വാല്യൂ വന്ന കാൽക്കുലേഷൻ വേണ്ട. ആൻസർ ഈസ് 5/2. ഇതാണ് മോസ്റ്റ്. ഞാൻ പറഞ്ഞു, ഈ ഇത്രയും വർഷത്തിന്റെ എക്സ്പീരിയൻസിൽ ഞാൻ പിള്ളേർക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല. നിങ്ങൾ സാമാന്യം കോമൺ സെൻസ് ഉള്ളത് കൊണ്ട് ഈ സ്റ്റെപ്പ് പറഞ്ഞു തന്നതാണ്. അപ്പൊ ശ്രദ്ധിച്ചു വെച്ചോളാം. അപ്പൊ ആരെങ്കിലും ചോദിച്ചാൽ പറയേണ്ടത് 5/2 എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ഇത് രണ്ടും കൂടെ കോസ് ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ കാരണം എങ്കിലേ ഇതുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ 5/2 എന്ന് എഴുതാൻ പറ്റും. അപ്പൊ ശ്രദ്ധിച്ച് കേട്ടോളൂ എല്ലാം. കൺസിഡർ ഇത് എഴുതണം. എന്നിട്ട് ഇത് എ പ്ലസ് ബിയുടെ ഈ ഫിഗർ ഒക്കെ വരച്ചിട്ട് ഇതുവരെ കംപ്ലീറ്റ് ചെയ്തോളൂ. ബാക്കി ഞാൻ പറഞ്ഞിട്ട് എഴുതാം. ഈ സ്റ്റെപ്പ് അല്ല, എ പ്ലസ് ബി. ഒരു മിനിറ്റ്, എ പ്ലസ് ബി എന്ന് പോരാ, എക്ക് വരെ എത്ര എന്ന് എഴുതണം? സൈൻ ഇൻവേഴ്സ് 4/5 പ്ലസ് ബിക്ക് പകരം സൈൻ ഇൻവേഴ്സ് 5/15 എന്ന് എഴുതിക്കോളാം. ഇവിടെ കംപ്ലീറ്റ് ചെയ്തോളൂ. ഇത്തിരി കട്ടിയുള്ള 1-2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ സിംപ്ലിഫിക്കേഷൻ ശ്രദ്ധിക്കണം.
ഇതാ എഴുതിയെടുത്തിട്ട് എല്ലാവരും ശ്രദ്ധിച്ച ഈ ക്വസ്റ്റ്യൻ തുടങ്ങണം. അപ്പൊ ഇതിന് പകരം ഞാൻ എഴുതേണ്ട കോസ് ഇൻവേഴ്സ് 16/65 എന്ന് എഴുതണം. അത് കണ്ടുപിടിച്ചു നമ്മള്. പ്ലസ് മൂന്നാമത്തെ ടേമാര് സൈൻ ഇൻവേഴ്സ് 16/65. ഇനി നിങ്ങൾക്കറിയാം കോസ് ഇൻവേഴ്സ് വാല്യൂ പ്ലസ് സൈൻ ഇൻവേഴ്സ് ദ സെയിം വാല്യൂ എങ്കിൽ ഇറ്റ് ഈസ് 5/2. അപ്പൊ ഇതിന് സൈഡിൽ റീസൺ എഴുതണം. സിൻസ് സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽസ് 5/2. പകുതി ജോലി കുറയും, അല്ലെങ്കിൽ ഇരട്ടി ജോലിയാണ്. ഈ ക്വസ്റ്റ്യൻ വന്നാൽ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് വരുന്നത്. അപ്പൊ ഒരു മിനിറ്റ് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. വാട്ട് ഈസ് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ? ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ ബൈ 1 മൈനസ് എക്സ്. ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് എന്ന വാക്ക് ആണെങ്കിൽ ആ ഫോർമുല തന്നെ ചെയ്യണം. ഓർമ്മിക്കാല്ല. ബാക്കിയൊക്കെ സൈൻ ഇൻവേഴ്സും കോസ് ഇൻവേഴ്സും എൻട്രൻസിന് വേറെ തരത്തിൽ ചെയ്യാം, പക്ഷെ ഇവിടെ ചെയ്യാൻ പാടില്ല. എഴുതിക്കോളൂ. ഇത് കംപ്ലീറ്റ് ചെയ്തോ എല്ലാവരും? ഞാൻ ഹിന്റ് ഒന്നും പറഞ്ഞു തരില്ല, നല്ല കുട്ടികളായിട്ട് ചെയ്യണം. Prove that tan inverse 1/2 plus tan inverse 2/11. ഒന്നുകൂടെ. tan inverse 1/2 plus tan inverse 2/11 equals tan inverse. ബാക്കി പറയണില്ല, കാരണം ലെഫ്റ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന ഫോർമുലയല്ലേ. എത്രയെന്ന് കണ്ടുപിടിക്കുക പെട്ടെന്ന്. കൂടുതൽ സമയം എടുക്കരുത്. മാക്സിമം 2 മിനിറ്റ്. മാക്സിമം 2 മിനിറ്റ്. ആ സമയം കൂടെ കോമ്പറ്റീഷൻ ലെവൽ ശ്രദ്ധിക്കും. കിട്ടിയ tan ഇൻവേഴ്സ് 3/4. 3/4 എന്ന് കിട്ടണം. 3/4 ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ കറക്റ്റ് ചെയ്തോ. tan ഇൻവേഴ്സിന്റെ ബാക്കി ഞാൻ എഴുതിയില്ല ക്വസ്റ്റ്യനില്. 3/4 എന്ന് ക്വസ്റ്റ്യനിൽ കറക്റ്റ് ചെയ്തോളൂ. അപ്പോ ഇന്റർവെല്ലിന് മുമ്പ് ഒരു ക്വസ്റ്റ്യൻ കൂടെ സൈഡിൽ മാർക്ക് ചെയ്തോ. Prove that sin inverse 3/5 plus cos inverse 12/13 equals sin inverse 56/65. ഒരു മിനിറ്റ് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ ഹിന്റ് മാത്രം പറയും, നല്ലവണ്ണം ശ്രദ്ധിച്ചോളണം. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഫ്രീക്വന്റ് ആണ് ബോർഡ് എക്സാമിനേഷന്. എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്.
ഇവിടെ രണ്ടെണ്ണേ ഉള്ളൂ, അത് എളുപ്പം. അപ്പൊ ഇതിന് ടാൻ ഇൻവേഴ്സ് എങ്കിൽ ഫോർമുല അപ്ലൈ ഇവിടെ പറ്റൂല ചെയ്യേണ്ട രീതി. ഇത് ക്യാപിറ്റൽ എ, സൈൻ ഇൻവേഴ്സ് 3/5 ഈസ് ക്യാപിറ്റൽ എ. ഇത് ക്യാപിറ്റൽ ബി, പടം വരച്ച് എഴുതി വെച്ചിരിക്കണം. അപ്പൊ ഇതാരായി? എ പ്ലസ് ബി ആയി മാറി. എനിക്ക് കണ്ടുപിടിക്കേണ്ടതോ സൈൻ ഇൻവേഴ്സ്. അപ്പൊ നിങ്ങൾ ചെയ്ത രീതി അനുസരിച്ച് ഇപ്പോ എ പ്ലസ് ബി ഈക്വൽസ് എ പ്ലസ് ബി എത്ര എന്നായി. ഇനി ചെയ്യേണ്ടത് സൈൻ ഇൻവേഴ്സ് എങ്കിൽ, വാക്കുകൾ നല്ലവണ്ണം ശ്രദ്ധിച്ചോ, സൈൻ ഇൻവേഴ്സ് എങ്കിൽ സൈൻ ഓഫ് എ പ്ലസ് ബി കാണണം. ചെയ്യേണ്ടത് കോസ് ഇൻവേഴ്സ് എങ്കിൽ കോസ് ഓഫ് എ പ്ലസ് ബി കാണണം. ഇതിന് എക്സ്പാൻഷൻ പറഞ്ഞ പ്ലസ് കോസ് എ സൈൻ ബി. പടത്തിൽ നിന്ന് എല്ലാ വാല്യൂസും എഴുതാം. അങ്ങനെ ഒരു ആൻസർ നിങ്ങൾക്ക് കിട്ടും. സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോ 56/65 എന്ന് കിട്ടും. Therefore, what is a plus b? Sin inverse 56 ഇനി എക്കും ബിക്കും വാല്യൂ കൊടുക്കൂ. എ എന്ന് പറയുന്ന സൈൻ ഇൻവേഴ്സ് 3/5 പ്ലസ് സൈൻ ഇൻ കോസ് ഇൻവേഴ്സ് 12/13 ഈക്വൽസ് സൈൻ എന്ന് വെച്ചാൽ ആൻസർ കിട്ടി. ഇതാണ് പ്രൊസീജിയർ. എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പോ ഇതിന് നിങ്ങൾ ഈ പടം വരച്ച കാര്യങ്ങൾ ചെയ്യൂ. സൈൻ ഇൻവേഴ്സ് 3/5 ക്യാപിറ്റൽ എ, രണ്ടാമത്തെ ക്യാപിറ്റൽ ബി എന്ന് ഫിഗർ വരയ്ക്കുക. കിട്ടണ 56/65 കിട്ടിക്കോളും. അതിലൊന്ന് എ പ്ലസ് ബി എഴുതണം. ആൻസർ ആയി. അപ്പൊ ഇത് ഒന്നുകൂടെ കേട്ടാ, ഇതിൽ നിന്ന് ഈ ആൻസർ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇത് ശ്രദ്ധിച്ചോളണം. ഇടതുവശത്ത് 2 വേറെ വലതുവശത്താണെങ്കിൽ സൈൻ ഇൻവേഴ്സ് എങ്കിൽ സൈൻ ഓഫ് എ പ്ലസ് ബി എന്ന് എടുത്തോളണം. അടുത്ത അതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആയിട്ട് തരാണ്. എനിക്കോ ഹോംവർക്ക് സൈൻ ഇൻവേഴ്സ് 3/5 സൈൻ ഇൻവേഴ്സ് 3/5 മൈനസ് sin inverse 8/17. Sin inverse 3/5 minus sin inverse 8/17 equals
cos inverse 84/85. അപ്പൊ എല്ലാവർക്കും ഹോംവർക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ എയും ബിയും പേര് കൊടുത്ത് പടം വരച്ച് വെച്ചോളണം. വലതുവശം പ്രൂവ് ചെയ്യേണ്ടത് കോസ് ഇൻവേഴ്സ്. അതുകൊണ്ട് തുടങ്ങേണ്ടത് കൺസിഡർ കോസ് ഓഫ് എ പ്ലസ് എ മൈനസ് ബി ആണ് ഇവിടെ. കോസ് എ മൈനസ് ബിയുടെ എക്സ്പാൻഷൻ പറയാം. കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി. ബാക്കി ഇതേപോലെ ചെയ്തു നോക്കണം, വളരെ പ്രധാനം. ഇനി ഇന്റർവെല്ലിന് ശേഷം പറയാം.